ഹായ് ഫ്രണ്ട്സ്, സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങൾ സച്ചുവിന് ഫെയർവെൽ കൊടുത്ത അന്ന് എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് ഇങ്ങനെ ലാഗായിപ്പോയി. സോ വെൽക്കം ടു സച്ചൂസ് ഫെയർവെൽ. സർപ്രൈസ് ആയിരിക്കും പറയൂ എന്താണ് ഇന്നലെ കുറേ ഫോട്ടോ കാണോ തല വൃത്തിക്ക് ഓപ്പൺ ചെയ്യുന്നു. ഇങ്ങനെയാണ് കൊറേ ഫോട്ടോ കൂടി അയക്കാൻ പിന്നെ എന്റെ പഴയ ഫോണൊക്കെ തപ്പി പിടിച്ചിട്ടാണ് ബാക്കി ഞാൻ ഒപ്പിച്ചെടുക്കും. അയ്യോ ഞാനല്ലേ വെട്ടക്കാച്ചിരിക്കണേ ഇത് വളരെ മേടിച്ചായിരിക്കും. നല്ല കളർഫുൾ ആയിട്ട് നമ്മളെല്ലായിടത്തും ആരെങ്കിലൊക്കെ എല്ലാ ഫോട്ടോയിലും നല്ല വീഴാതെ എനിക്ക് ഇഷ്ടമല്ല. എന്താ അയ്യോ ഇതിലല്ലേ ഇതിനെ കാണുന്നില്ല. നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കണം. ഇത്രയും നല്ല ഫോട്ടോസ് കിട്ടാനുള്ള കാരണം എല്ലാത്തിനെയും തെളിച്ച് ഫോട്ടോ അല്ലേ? അതെ, അതിന് ഈ 2 സാരി ഫോട്ടോയിലും ഞാനും സച്ചു ഉടക്കില്ലായിരുന്നു. ഞാൻ എന്താ സാരി ഉടക്കുന്നോ അന്ന് ഉടക്കായിരിക്കും. ഈ സാരി ഫോട്ടോ നമ്മൾ ഉടക്കല്ല. അല്ല, ഈ സാരിയിൽ നല്ലതാവും. ഈ ദിവസം വന്നത് ആദ്യമായിട്ട് ഇത് കിട്ടില്ല. നല്ല ഫ്രഷ് ആരും തരാത്തേക്ക് ഫോട്ടോ ഫ്രെയിം വെക്കാൻ എന്റെ വീട്ടിൽ സ്ഥലമല്ല. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. അതെ, അത് പക്ഷെ എന്ത് രസമാണ്. അത് എക്സ്പെക്ടഡ് ആണ്. വേറൊരു കളർഫുൾ ഫോട്ടോ കൂടെ ഉണ്ടായിരുന്നു എന്റെ വീട്ടിലെ ഫോട്ടോ. അയ്യോ, അത് കുത്തി കേട്ടില്ല. സ്ഥലം കിട്ടിയില്ല. അതിന് ഞാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ മറന്നുപോയതാ കർമ്മ. ഫോട്ടോന്റെ ക്ലാരിറ്റി പറഞ്ഞോണ്ട് അല്ലേ തന്നെ വൃത്തിക്ക് തിരിഞ്ഞേനെ. താനായി ചിരിച്ചു നിക്കണ. അതെ, ഇങ്ങനെ ആയതുകൊണ്ട് നീ കാണുന്നുണ്ട്. സാക്ഷരം ഇങ്ങനെ ഉണ്ടായിരുന്നു. എനിക്കിഷ്ടം, സന്തോഷായി. അതെ, നമുക്ക് ഇന്ന് നമ്മുടെ സച്ചുവിന്റെ ഫെയർവെല്ലാണ്. സംസാരിക്കണം. അത് ശല്യപ്പെടത്തില്ല വീഡിയോ. നമ്മുടെ സച്ചുവിന് 2 ഇമോഷണൽ ആയാലും നിങ്ങള് കൂടെ കരയണേ. ഇങ്ങനെയൊക്കെ പറയുമ്പോ നാളെ വരുന്നു. നീ ഈ ഭാഗമൊക്കെ കട്ട് ചെയ്യണേ. നല്ല ഭാഗം മാത്രം എടുത്ത് വെക്കണം. ഏതായാലും ഗിഫ്റ്റ് ഭയങ്കര ഇഷ്ടമായി. ഇതാണ് കെവിന്റെ എന്താ പറയാ ഏറ്റവും ബെസ്റ്റ് പാർട്ട് ഓഫ് ദ കെവി. മെമ്മറിയിൽ മാത്രമല്ല, ആ 3 വർഷം അവിടെ വർക്ക് ചെയ്തതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കെവി കാണുന്നത്. ഏറ്റവും എന്താ പറയുക, കെവി 3 വർഷത്തിൻ്റെ കെവി ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സാണ് ഈ കാണുന്നത്. അത്ര എന്താ പറയുക, ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അതിന് മുമ്പും അതിന് ശേഷവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ വന്നതും. പിന്നെ കെവി ഇന്ന് പോകുന്നത് എനിക്ക് നല്ല സങ്കടമുള്ള കാര്യം തന്നെയാണ്. കവരത്തിൽ നിന്ന് പോകുന്നതും കെവിയിൽ നിന്ന് പോകുന്നതൊക്കെ ചിലൊരു ഹോംലി, എനിക്ക് ഒരു ഹോംലി ഫീൽ തന്നെയായിരുന്നു കെവി. അപ്പോൾ ക്യാമറേൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആള് അന്ന് മുതൽ കൂടെ കൂടിയത് പോകുന്ന അന്ന് വരെ അങ്ങനെ തന്നെ ഉണ്ട്. ഞാൻ ഇതില് ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ സ്പേസ് കിട്ടിയില്ല. November 1 അല്ല, നിന്റെ ജോയിനിങ് ഒരു ഡേറ്റ്. ഞങ്ങള് ഫസ്റ്റ് ഫോട്ടോ ഇവളാണ് എന്നെ റീഫ് കൊണ്ടുപോകുന്നത്. പിന്നെ റീഫ് തന്നെ ആയിരുന്നു. ഇവളാണ് എനിക്ക് ആ സ്ഥലം കാണിച്ചിരുന്നത്. പിന്നെയുള്ള എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിലും ഞാൻ സമീറയും ഒരുമിച്ച് തന്നെ ആയിരുന്നു. ക്ലാപ്പ് ചെയ്തോ? പിന്നെ ബാക്കി എല്ലാവരും അതിനുശേഷം വന്ന ആളുകളാണ്. പക്ഷെ എന്താ പറയാ, ഭയങ്കര കെവി ലൈഫ് ഒരു അടിപൊളിയാക്കുന്നതിൽ ഭയങ്കര രസമായിട്ടുള്ള മനുഷ്യർ. കുറേ ബേബീനെ മിസ് ചെയ്യുന്നുണ്ട്. ബേബി പക്ഷേ നാളെ മറ്റന്നാളെ വരുമെന്നറിയാം. അതുകൊണ്ട് ബാക്കി അന്നപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഉഷു, എൻ്റെ ഉഷുവിനെ
അയ്യോ എന്റെ കഴുത്ത് വേദന. കൊച്ചിനൊന്ന് മാറ്റി കിട്ടും. ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ. ഒരു മിനിറ്റ്. എന്നെയും കൂടെ വലിച്ചെടുക്ക്. എല്ലാവർക്കും ഉണ്ട്. അതായിരിക്കും നല്ലത് വീഡിയോയിൽ കാണാൻ. അതെ, ഐ ലവ് യു മുത്തേ. ഞാൻ വരുന്നു. എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അയ്യോ സത്യം സത്യം. സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇവളല്ലേ എല്ലാവരുടെ അടുത്തും അങ്ങനെ തന്നെ. എല്ലാവരുടെ അടുത്തും അങ്ങനെയാണോ? കല വന്നിട്ടുണ്ടെങ്കിൽ നാട്ടിൽ പാർട്ണറിനൊക്കെ ഒരുപാട് കാര്യങ്ങളില്ല. പിന്നെ ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതുവരെ കോമഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇമോഷണൽ ആവുന്നു. അല്ല, ഞങ്ങള് കൊറേ കോമൺ ആയിട്ടുള്ള കൊറേ കാര്യങ്ങളുണ്ട്. ലിപ്സ്റ്റിക് ഇടുന്നത് മുതൽ ഡ്രസ്സിന്റെ ടേസ്റ്റ്, പിന്നെ സംസാരിക്കാനുള്ള കോമൺ ടോപ്പിക്സ്. ഇതുവരെ ടോപ്പിക്കിന് ശവം കൊറേ കാണാതൊന്ന് കണ്ടാലും ചെറുപറേന്ന് പറയാറുണ്ടാവും. ബിഗ് ബോസ് വരെ ഉഷു ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് ഫൈനൽ കാണുമ്പോ എനിക്ക് ഇതിനെ മിസ് ചെയ്തു. ഞാനും ഓർത്തു. പിന്നെ എന്റെ സെന്റിമെന്റ്സ് ഒക്കെ കഴിഞ്ഞോ? എന്നെ വിളിക്കണം. എന്നെ എല്ലാ സ്ട്രെസ്സും ഇറക്കി വെക്കുന്ന ഒരു സ്ഥലം കൂടെ ആയിരുന്നത് ഈ സ്ഥലം. ക്യാമറയ്ക്ക് മുഖം കാണിക്കാൻ താല്പര്യപ്പെടാത്ത യുവതി. പക്ഷെ മിസ് ചെയ്യും. നിങ്ങളൊക്കെ എന്നെ മിസ് ചെയ്യും. രസമായിരുന്നു ആ ഒരു ടൈം. ആണെങ്കിലും കഴിഞ്ഞപ്പോ നിങ്ങൾ എല്ലാരും കൂടി ഒരു അതിന് മുമ്പത്തെ കാലം തന്നെ എനിക്ക് വേറെ കാലഘട്ടം തന്നെയായിരുന്നു. അതിനുശേഷമുള്ളത് വേറെ കാലമായിരുന്നു. പക്ഷെ ആ ഒരു കാലം തന്നെ ഭയങ്കര ലൈവായിട്ടുള്ള ഒരു ഭയങ്കര സമയം. നമ്മളെ ലഞ്ച് ടൈം നമുക്ക് ലഞ്ച് മേറ്റ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഞാൻ തുടങ്ങിയ ഗ്രൂപ്പ് ഞാൻ തന്നെ ഇറങ്ങിപ്പോയി. അവസാനം എന്നൊന്ന് ആഡ് ചെയ്യോ അതെങ്ങനെയാണോ ഞാൻ എല്ലാരും ലെഫ്റ്റ് ആയപ്പോ പിന്നെ ബാക്കിയുള്ള കണ്ടത്. ഇവിടെ ഇവരൊക്കെ ഉണ്ടല്ലോ നമുക്ക്. എടാ പോലൊരു പെർമിറ്റ് എടുത്തരുമോ എനിക്ക് തോന്നുന്നു. ബുദ്ധിമുട്ടില്ലല്ലോ. ഒന്ന് കരയുന്ന അങ്ങനെ അന്നത്തെ ദിവസം കുറച്ച് ചിരിയും ബഹളമൊക്കെ ആയിട്ട് കടന്നു പോയിട്ടുണ്ടെങ്കിലും ഉള്ളിലെവിടെയോ ഒരു നല്ല വിങ്ങലുണ്ട്. കാര്യം നമ്മുടെ കൂടെ ഇത്രയും കാലം ഉള്ളൊരു വ്യക്തി പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കാർക്കും ഒന്നാമത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. ഒരുപാട് മെമ്മറീസ് ഉണ്ട് സച്ചുവായിട്ട്. വന്നത് മുതലേ സിങ്കായൊരു വ്യക്തിത്വമാണ്. എനിക്ക് കണക്റ്റ് ആയത് ലൈബ്രറിയൻ ആയതുകൊണ്ട് ഒരുപാട് ബുക്സ് ഞങ്ങൾ ആദ്യം ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയത് തന്നെ തുടക്കം മുതലേ ഞങ്ങൾ വായിച്ച ബുക്കുകളെ കുറിച്ച് സംസാരിച്ചിട്ടൊക്കെ ടേസ്റ്റിന് മാച്ച് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സിങ്കാവും. ഞാൻ അങ്ങനെ പെട്ടെന്ന് എല്ലാവരോടും കയറി ഫ്രണ്ട്ഷിപ്പ് ആവുന്നൊരു ടൈപ്പല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരുമായിട്ട് കുറേ കാലം ആ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ സച്ചുൻ എനിക്കും പറയാൻ തന്നെ ഒരുപാട് ടോപ്പിക്സ് ഉണ്ടായിരുന്നു. ട്രാവൽസ് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്, വായന ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. പിന്നെ ഇങ്ങനെ ഞങ്ങളെപ്പോഴും മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ചിരിക്കും. ചിരി എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഈ കാര്യങ്ങൾ പറയാൻ തന്നെ ഈ വ്ളോഗ് മതിയാവില്ല. അത്രത്തോളം മെമ്മറീസ് തന്നിട്ടാണ് സച്ചു ഇന്ന് യാത്രയാവാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.